ഇന്ദു എന്നാണ് ഉപമാനം അവിടെ പറഞ്ഞിട്ടുള്ളത്. അതെ. വദനമാണ് എന്താണ് ഉപമേയം ആയിട്ടുള്ളത്. അതെ. ഇവ ശബ്ദവും സാധാരണ ധർമ്മവും അവിടെ ലോപിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല. ധർമ്മവാചക ലുപ്തത. ധർമ്മവാചക എന്ന് പറയാം. വേണം പറയാം. എന്ത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ലോപം വന്നത്? അല്ല, ലോപം വന്നത് ഇവിടെ സമാസം വന്നത് തോന്നുന്നില്ല താങ്കൾക്ക് പറയാം. അല്ല, അത് ബഹുവ്രീഹിയാണല്ലോ. അതെ, ബഹുവ്രീഹിയാണല്ലോ. ഇന്ദുഹു ഇവ വദനം യസ്യാഹ സാ ബഹുവ്രീഹിയാണല്ലോ. ബഹുവ്രീഹിക്ക് പ്രശസ്തമായ ബഹുവ്രീഹി സമാസത്തെ വിധിക്കുന്ന നിയമമുണ്ട്. അനേക പദാർത്ഥ നിയമമുണ്ട്. ആ കൂട്ടത്തിൽ വിശേഷണത്തിന് പൂർവപദ പ്രയോഗത്വം കിട്ടാൻ വേണ്ടി സപ്തമി അല്ല, സപ്തമി ഉപമാനം വരില്ല. സപ്തമി വിശേഷണേ ബഹുവ്രീഹോ എന്നിട്ടതുകൊണ്ട് സപ്തമ്യന്തമോ വിശേഷണമോ വിശേഷണ ശബ്ദമോ പിന്നെ ബഹുവ്രീഹിയിൽ പ്രാക് പ്രയോജ്യം. അതെ, പ്രാക് പ്രയോജ്യം ആദ്യം പ്രയോഗിക്കണം. അപ്പോൾ ഇവിടെ വിശേഷണമായ ഇന്ദു ശബ്ദം അല്ലെങ്കിൽ അതെ ഇന്ദു തന്നെയല്ലേ, ഇന്ദു തന്നെ വേണ്ടത്. ആ ശബ്ദം ആദ്യം പ്രയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഇവ ശബ്ദം എവിടെ പോയി? അതായത് സമാസം എന്ന് പറയുന്നത് തന്നെ പരസ്പരം സംബന്ധിക്കുന്ന, അല്ലെ, പിന്നെ പരസ്പരം സംബന്ധിച്ചിട്ട് ഒരർത്ഥത്തെ പറയുന്നതായിരിക്കണം സമാസം എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ ഇവിടെ ഇന്ദു എന്ന ശബ്ദത്തിനും വദനം എന്ന ശബ്ദത്തിനും സമസീകരിക്കണമെങ്കിൽ എന്ത് വേണം? പരസ്പര സംബന്ധം. കേവലമായിട്ട് ഇന്ദു എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ചന്ദ്രനെ ബോധിപ്പിക്കുന്നതാണ്. വദനം എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് മുഖത്തെ ബോധിപ്പിക്കുന്നതാണ്. ഇവയ്ക്ക് പരസ്പര സംബന്ധമില്ലല്ലോ, ഇല്ല. ആ സംബന്ധത്തെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മധ്യേ ആര് കടന്നു വരുന്നത്? ഇവ ശബ്ദം കടന്നു വരുന്നത്. അപ്പോ അങ്ങനെ സംബന്ധം കിട്ടിയിട്ട് ഇന്ദു ശബ്ദം ഏതിനോട് സമസിക്കുന്നു? വദന ശബ്ദത്തോട് സമസിക്കുന്നു എന്ന് പറയേണ്ടി. അപ്പൊ ഇവിടെയുള്ള ഇന്ദു ശബ്ദം ഇന്ദു സദൃശം എന്ന അർത്ഥത്തിൽ ലാക്ഷണികമാണ് എന്ന് പറയേണ്ടി വരും, അല്ലെ. അങ്ങനെ അവിടെ പിന്നെ ഈ ലാക്ഷണിക ശബ്ദമായ ഇന്ദു ശബ്ദം ഇന്ദു സദൃശം എന്നുള്ള അർത്ഥത്തിലുള്ള ഇന്ദു ഇവ എന്ന അർത്ഥത്തിൽ നിൽക്കുന്നതാണത്. അങ്ങനെയുള്ള ഇന്ദു ശബ്ദം